ഇസ്രായേൽ ഹമാസ് ധാരണ പ്രകാരമുള്ള മരുന്ന് ഗസയിൽ എത്തിച്ചിരിക്കുന്നു. 5 ട്രക്ക് നിറയെ മരുന്നുകളാണ് എത്തിച്ചത്. യമനിൽ ഹൂത്തി കേന്ദ്രങ്ങൾ US വീണ്ടും ആക്രമിച്ചിട്ടുണ്ട്. ഗസയിൽ റഫയിലും ഖാൻ യൂനിസിലും അടക്കം ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. വിവരങ്ങൾ മുഹമ്മദ് സ്വാലിഹ് നൽകും. സ്വാലിഹ്, ധാരണ പ്രകാരം മരുന്നും അതുപോലെ തന്നെ ഗസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങളും എത്തിച്ചു തുടങ്ങിയല്ലേ? അതെ ദിവ്യ, ഗസയിലേക്ക് 5 ട്രക്കുകൾ മരുന്നുകൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത്. ബന്ദികൾക്ക് 1 പെട്ടി മരുന്ന് ലഭിക്കുമ്പോൾ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് 1000 പെട്ടി മരുന്ന് നൽകുക എന്നതായിരുന്നു ഹമാസിന്റെ ആവശ്യം. ഈ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം, ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെയൊരു ധാരണയിലേക്ക്, ഇങ്ങനെയൊരു മരുന്ന് എത്തിക്കലിലേക്ക് എത്തിയത്. നേരത്തെ ഫ്രാൻസിൽ നിന്ന് മരുന്ന് എത്തിക്കും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഹമാസ് അവിടെ പറയുന്നു, ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നുള്ള മരുന്ന് സ്വീകാര്യമല്ല, ഫ്രാൻസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഇതിനെ തുടർന്ന് ഖത്തറിൽ നിന്നാണ് ഏറ്റവും അവസാനമായി ഗസയിലേക്ക് മരുന്ന് എത്തിച്ചത്. ആദ്യം ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിൽ എത്തിച്ച മരുന്ന് 2 വിമാനങ്ങളിലായി എത്തിച്ച മരുന്ന് പിന്നീട് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഗസയിലേക്ക് 5 ട്രക്കുകളിലായി എത്തിച്ചിട്ടുള്ളത്. ഇത് സമാധാനമേകുന്ന വാർത്തയാണെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുകയാണ്. അൽ നാസർ ആശുപത്രിക്ക് സമീപം മുന്നറിയിപ്പില്ലാതെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്ന് ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഏറ്റവും അവസാനമായും അറിയിച്ചിട്ടുണ്ട്. റഫേൽ ഇപ്പോൾ അല്പനിമിഷം മുമ്പ് നടന്ന ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുള്ളത് പ്രദേശത്തെ മറ്റു ചില നീക്കങ്ങളാണ്. ഹൂത്തികൾക്ക് നേരെ US വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. 14 മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ എന്നത് സംബന്ധിച്ച് വരും മണിക്കൂറുകളിലാണ് വ്യക്തത വരിക. ഇതേസമയം ലെബനൻ അതിർത്തിയിലും വലിയ തോതിൽ സംഘർഷ സാധ്യത കനക്കുകയാണ്. വരും മാസങ്ങളിൽ ലെബനനിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഏറ്റവും അവസാനമായും പറഞ്ഞത്. സൈനിക മേധാവി ഈ വടക്കൻ അതിർത്തിയിലെ പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇങ്ങനെ വിവിധയിടങ്ങളിൽ ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ് ഗസയിലും ഗസയോടനുബന്ധിച്ചുമുള്ള പ്രദേശങ്ങളിൽ. ദിവ്യ, ഖാൻ യൂനിസിലും അതുപോലെ തന്നെ ഗസയിലും അടക്കം ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ മരുന്നും മറ്റ് സഹായങ്ങളും ഒക്കെ ഗസയിലേക്ക് എത്തിത്തുടങ്ങിയെന്നതാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന വാർത്തയാകുന്നത്. മുഹമ്മദ് സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് ജോലിക്കയക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംഘടനകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായുള്ള ധാരണ അനുസരിച്ചാണ് ഈ നീക്കമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. ഇസ്രായേലിലേക്ക് നിർമ്മാണ തൊഴിലാളികളെ അയക്കാനുള്ള ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ നീക്കത്തിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ രംഗത്തിറങ്ങിയത്. ഫലസ്തീൻ തൊഴിലാളികളെ പിരിച്ചുവിട്ട് പകരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളെ നിയോഗിക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയാണിത്. സംഘർഷ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കായി ആവിഷ്കരിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് തൊഴിലാളികളെ അയക്കുന്നത്. And genocide is going on. We are opposed to that genocide. Our central department, government का department NSDC, वो बोल रहा है जो हमारे कोई जिम्मेदारी नहीं है. This is what is going on. तो ये तो हम विरोध कर रहा है. वर्कर को भी बोल रहा है मत जाओ. इसीलिए ज्यादा राज्य से वो रिस्पॉन्स नहीं मिला. लेकिन यूपी और हरियाणा के गवर्नमेंट पीछे पड़ रहा है ढकेलने के लिए. കേന്ദ്ര സർക്കാരിലെ നൈപുണ്യ വികസന കോർപ്പറേഷനിൽ അന്വേഷിക്കുമ്പോൾ അറിയില്ല എന്ന സമീപനമാണ് പുലർത്തുന്നത്. എന്നാൽ വിദേശത്തേക്ക് തൊഴിലവസരം എന്ന നിലയ്ക്കാണ് യുപിയിലും ഹരിയാനയിലും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത്. ദേശത്തുള്ള നിയമങ്ങളും തൊഴിലാളികളുടെ സുരക്ഷയും കാറ്റിൽ പറത്തിക്കൊണ്ട് യുദ്ധം നടക്കുന്ന ആ യുദ്ധത്തിൽ നിന്ന് നിർത്തിവെക്കണമെന്നുള്ള ഒരു ആവശ്യം പോലും ഉന്നയിക്കാതെ ഈ സർക്കാർ നമ്മുടെ തൊഴിലാളികളെ കൂടെ അവിടെ മരിക്കാൻ വിടുകയാണ്. അതുപോലെ തന്നെ പാലസ്തീനിലെ തൊഴിലാളികൾക്ക് ഉള്ള തൊഴിൽ നഷ്ടപ്പെടാനും കൂടിയാണ് ഇത് ഇടയാക്കുന്നത്. കൂട്ടക്കുരുതിക്ക് ഇന്ത്യൻ തൊഴിലാളികളെ വിട്ടുകൊടുക്കരുതെന്നാണ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഡി ധനസുമോ, മീഡിയ 1, ഡൽഹി.